നമസ്കാരം. കരുവന്നൂർ മറന്നു തുടങ്ങിയ അധ്യായമായിരുന്നു. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ എത്തി അത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ അങ്ങനെ തന്നെ പറയണം. കാരണം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പുറകെ കരുവന്നൂരിലേക്ക് ഓടി എത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. കരുവന്നൂരിൽ എന്തിനാണ് പിണറായിക്ക് ഇത്ര പേടിയെന്ന് മനസ്സിലാക്കാൻ ഇനിയും അന്തം കമ്മികൾക്ക് ബുദ്ധി ഉദിച്ചിട്ടില്ല. ഇതിന്റെ വാലറ്റത്ത് പിണറായി ഉണ്ടാകുമെന്നത് മനസ്സിലായിട്ടില്ലേ? മാത്രമല്ല, ചില ചാവേറുകൾ പിണറായിക്ക് വേണ്ടി അറസ്റ്റ് വരിക്കാൻ പോലും തയ്യാറായിട്ടുണ്ട്. അല്ലെങ്കിലും ഒരു യഥാർത്ഥ അന്തം കമ്മി ഇങ്ങനെയാണ് വേണ്ടത്: ശരിയായ പിണറായിയുടെ ചാവേറുകൾ. വെള്ളിയാഴ്ച രാവിലെയാണ് എല്ലാ പരിപാടികളും മാറ്റിവെച്ച് കരുവന്നൂരിലേക്ക് പിണറായി സംഘം ഓടിയെത്തിയത്. രാവിലെ തൃശൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മിന്നൽ സന്ദർശനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങളെക്കുറിച്ച് നേതാക്കളുമായി ചർച്ച നടത്തുകയും ED അറസ്റ്റ് ഉണ്ടായാലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 45 മിനിറ്റോളം മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നീണ്ടു. കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടെയാണ് മുഖ്യമന്ത്രി തൃശൂർ ജില്ലാ ആസ്ഥാനത്ത് എത്തിയത്. പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് നേതാക്കൾക്ക് നൽകുകയെന്ന ഉദ്ദേശം കൂടി മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മിന്നൽ സന്ദർശനം നടത്തിയപ്പോൾ കരുവന്നൂർ തട്ടിപ്പിൽ തൃശൂർ CPM-ലെ മുതിർന്ന നേതാക്കളായ 3 പേരാണ് അറസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ മന്ത്രി AC മൊയ്തീൻ, കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ എന്നിവർ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചതായാണ് അറിയുന്നത്. MK കണ്ണൻ EDക്ക് മുമ്പിൽ ഹാജരാകുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയെ കണ്ടത് ഏറെ വിവാദമായിരുന്നു. അന്ന് അതേക്കുറിച്ച് ചോദിച്ച മാധ്യമങ്ങളോട് കണ്ണൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ഞങ്ങളുടെ നേതാവല്ലേ, മുഖ്യമന്ത്രിയെ കാണുന്നതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടിക്കാരനല്ലേ ഞാൻ, പിന്നെ എന്തിനാണ് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് എന്നായിരുന്നു. അതായത് സംരക്ഷണം നൽകുമെന്ന് അന്നേ MK കണ്ണൻ ഉറപ്പിച്ചിരുന്നു എന്നർത്ഥം. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ EDയുടെ അന്വേഷണം മന്ദഗതിയിലായതിനെതിരെ കേരള ഹൈക്കോടതി ഇക്കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു. ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേരളത്തിലും EDയുടെ നടപടി പ്രതീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ED അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കേസ് അന്വേഷണം വൈകുന്നതിൽ കോടതി EDയെ വിമർശിക്കുകയും ചെയ്തു. ഈ കേസിൽ ED എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച ഹൈക്കോടതി അന്വേഷണം ഇഴയാൻ പാടില്ലെന്നും വ്യക്തമാക്കി. P രാജീവ്, AC മൊയ്തീൻ, PK ബിജു തുടങ്ങി ഒട്ടേറെ CPM നേതാക്കളിലേക്ക് നീണ്ട അന്വേഷണമാണ് ഇപ്പോൾ എങ്ങും എത്താതെ നിൽക്കുന്നത്. ഇത് വെച്ച് BJP CPM വിലപേശൽ നടക്കുകയാണെന്നാണ് പുറം ലോകം പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇടപെടൽ വന്നതോടെ എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരുവെന്ന അവസ്ഥയിലാണ് പാർട്ടി ഇടനിലക്കാർ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പിനെ സംബന്ധിച്ച് 2024 ജനുവരിയിലും മാർച്ചിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വ്യവസായ മന്ത്രി P രാജീവ്, മുൻ മന്ത്രിയും MLA-യുമായ AC മൊയ്തീൻ, മുൻ MP PK ബിജു തുടങ്ങി വലുതും ചെറുതുമായ ഒട്ടേറെ CPM നേതാക്കളുടെയും പാർട്ടിയുടെയും കൊള്ള സവിസ്തരം ബോധിപ്പിച്ചിരുന്നു. അനധികൃത വായ്പ അനുവദിക്കാൻ CPM എറണാകുളം, തൃശൂർ ജില്ലാ കമ്മിറ്റികൾ നടത്തിയ ഇടപെടലുകളെ കുറിച്ചും അനുവദിച്ച വായ്പകളുടെ നിശ്ചിത ശതമാനം പാർട്ടി ഫണ്ടിലേക്കും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും മറ്റ് പരിപാടികൾക്കുമായി ചെലവഴിച്ചെന്നും ED ഹൈക്കോടതിയിൽ പറയുകയും ചെയ്തിരുന്നു. ഈ കണ്ടെത്തലെല്ലാം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണെന്നും അന്വേഷണ സംഘം തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പുറകെയാണ് ഡൽഹിയിലെ അറസ്റ്റ് ഉണ്ടാകുന്നതും പിണറായി ഓടിപ്പിടഞ്ഞ് തൃശൂർ കരുവന്നൂരിൽ എത്തുന്നതും. അപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു പിണറായി. കാരണം ED എത്തിയാൽ അറസ്റ്റ് ഉറപ്പാണ്. അതിന് തക്ക തട്ടിപ്പൊക്കെ അവിടെ നടത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നേ MK കണ്ണനെ കണ്ടതും വെറുതെയല്ല, ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ കണ്ണൻ പറഞ്ഞതും ഓർമ്മിപ്പിക്കുന്നു, ഞാൻ പാർട്ടിക്കാരനല്ലേ,
പിന്നീട് പ്രത്യേകം സംരക്ഷണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ശരിയാണ്, കൊള്ള ചെയ്യുകയും അവരെയൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ പാർട്ടി നിലപാട്. പാർട്ടി എത്രയോ മാറിപ്പോയി. പാർട്ടി മാറിയതും പിണറായി വന്ന ശേഷമാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ED ഇരച്ചെത്തുമ്പോൾ ഇവരുടെ ഈ തന്ത്രങ്ങളെല്ലാം നടക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. നന്ദി.